ഈ കഴിഞ്ഞ ദിവസമാണ് ഒഡീഷയിലെ നിയമസഭാ അംഗങ്ങളുടെ ശമ്പളത്തിൽ കാര്യമായ വർധനവ് സർക്കാർ കൊണ്ടുവന്നത്. എംഎൽഎമാരുടെ ശമ്പള വർധന സംബന്ധിച്ച ബില്ല് ഡിസംബർ 9-നാണ് നിയമസഭയിൽ പാസ്സായത്. CPM MLA ലക്ഷ്മൺ മുണ്ട ഒഴികെ ഒഡീഷ നിയമസഭയിലെ മറ്റെല്ലാ അംഗങ്ങളും ഈ ബില്ലിനെ അനുകൂലിച്ചിരുന്നു. സുന്ദർഗഡ് ജില്ലയിലെ ബോണായ് നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള CPM-ന്റെ സംസ്ഥാനത്തെ ഒരേയൊരു MLA ആണ് ലക്ഷ്മൺ മുണ്ട. നിയമസഭാ അംഗങ്ങളുടെ ശമ്പളത്തിലും അലവൻസുകളിലും ഇപ്പോൾ ഏകദേശം 3 ഇരട്ടി വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഇതോടെ അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം 1.11 ലക്ഷം രൂപയിൽ നിന്നും 3.25 ലക്ഷം രൂപയായി ഉയരും. ബില്ല് പാസ്സാക്കുന്ന ദിവസം മുണ്ട നിയമസഭയിൽ എത്തിയിരുന്നില്ല. സർവീസിൽ സ്ഥിരപ്പെടുത്താനും ഉയർന്ന ശമ്പളം നൽകാനും ആവശ്യപ്പെട്ട് ധർണ നടത്തുന്ന അധ്യാപകരുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിനാലാണ് മുണ്ടയ്ക്ക് അന്നേ ദിവസം സഭയിൽ വരാൻ ആകാതെ ഇരുന്നത്. ഇയാൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ BJD, BJP, കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണയോടെ ബില്ലുകൾ ഏകകണ്ഠമായാണ് പാസ്സാക്കിയത്. എന്നാൽ ബില്ല് പാസ്സാക്കിയതിന് പിന്നാലെ മുണ്ട തന്റെ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. MLA-മാർ, മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്നതിനായി നടന്ന കമ്മിറ്റി യോഗത്തിൽ 4 ബില്ലുകളെ ഞാൻ എതിർത്തിരുന്നു എന്നാണ് മുണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 2004, 2014, 2019, 2024 എന്നീ വർഷങ്ങളിൽ 4 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട മുണ്ട ഒരു ആദിവാസി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. തൊഴിലാളികൾക്കുള്ള മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ ഒഡീഷ പല സംസ്ഥാനങ്ങളെക്കാളും പിന്നിലാണ്. അതേസമയം അവിടുത്തെ MLA-മാർ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശമ്പളവും അലവൻസും വാങ്ങുന്ന ആളുകളാകുന്നു എന്നത് വിരോധാഭാസമാണ് എന്നുകൂടി മുണ്ടേ പറഞ്ഞു. ജനസേവകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ സ്വന്തം അലവൻസുകൾ 3 ഇരട്ടിയാക്കി എന്നാരോപിച്ച് ഒഡീഷ CPM സംസ്ഥാന സെക്രട്ടറി സുരേഷ് ചന്ദ്ര പാണിഗ്രഹിയും നിയമസഭാംഗങ്ങളെ വിമർശിച്ചു. ആശാപ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, പാചകക്കാർ, സഹായികൾ, അധ്യാപകർ, മറ്റ് ജീവനക്കാർ എന്നിവർ ഗാന്ധിമാർഗ് റോഡിൽ പ്രതിഷേധിക്കുന്നുണ്ടെന്ന് പാണിഗ്രഹി പറഞ്ഞു. അവരിൽ ആരുടെയും ആവശ്യങ്ങൾ ഈ സർക്കാർ അംഗീകരിക്കുന്നില്ല. എന്നാൽ MLA-മാരുടെ ശമ്പളവും അലവൻസും ഉയർത്തിയെന്നും അദ്ദേഹം പറയുന്നു. ഒരു MLA-യുടെ ശമ്പളം 90,000 രൂപയായിരിക്കുമെങ്കിലും മണ്ഡല സെക്രട്ടേറിയറ്റിൽ അലവൻസായി 75,000 രൂപ, യാത്രാ അലവൻസ് 50,000 രൂപ, പുസ്തകങ്ങൾ, ജേണലുകൾ, ആനുകാലികങ്ങൾ എന്നിവയ്ക്കായി 10,000 രൂപ, വൈദ്യുതി അലവൻസ് 20,000 രൂപ, സ്ഥിരയാത്രാ അലവൻസായി 50,000 രൂപ, മെഡിക്കൽ അലവൻസ് 35,000 രൂപ, ടെലിഫോൺ അലവൻസ് 15,000 രൂപ എന്നിവ ലഭിക്കുമെന്ന് ഈ ബില്ലിലെ വ്യവസ്ഥയിൽ പറയുന്നു. അതുപോലെ ഒരു മുൻ MLA-ക്ക് പെൻഷനായി 1.17 ലക്ഷം രൂപ ലഭിക്കും. അതിൽ 80,000 രൂപ പെൻഷൻ, 25,000 രൂപ മെഡിക്കൽ അലവൻസ്, 12,500 രൂപ യാത്രാ അലവൻസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഓരോ ടേമിനും ഒരു MLA-ക്ക് 3,000 രൂപ അധികമായി ലഭിക്കുമെന്നും പുതിയ വ്യവസ്ഥയിൽ പറയുന്നു. പാസാക്കിയ ബില്ലുകൾ പ്രകാരം മുഖ്യമന്ത്രിക്ക് പ്രതിമാസം 3,74,000 രൂപയും നിയമസഭാ സ്പീക്കറിനും ഉപമുഖ്യമന്ത്രിക്കും 3,68,000 രൂപയും ലഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറിനും സഹമന്ത്രിക്കും 3,56,000 രൂപ വീതവും ലഭിക്കും. ക്യാബിനറ്റ് മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും പ്രതിമാസം 3,62,000 രൂപ വീതവും ലഭിക്കും. സർക്കാർ ചീഫ് വിപ്പിനും ഡെപ്യൂട്ടിക്കും യഥാക്രമം 3,62,000 രൂപയും 3,50,000 രൂപയും ലഭിക്കും. ഇങ്ങനെ വലിയൊരു വർധനവ് ലഭിക്കുന്നതിനെയാണ് CPM MLA എതിർക്കുന്നത്. സാധാരണ തൊഴിലാളികൾക്ക് വരെ കുറഞ്ഞ ശമ്പളം ലഭിക്കുന്ന ഒഡീഷയിൽ MLA-മാർക്ക് ഇത്രയും രൂപ ശമ്പളം നൽകുന്നതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത്.